ഹായ് ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് വെച്ചാൽ ആഫ്റ്റർ ലോങ് ടൈമിന് ശേഷം ഞാൻ വന്നേക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. നമ്മുടെ ചാനലിൽ ഇന്നേ വരെ നമ്മളൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മൾ മേക്കപ്പ്, ഹെയർ സ്റ്റൈല്, പിന്നെ കോമഡി അങ്ങനെയൊക്കെ ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ചെയ്യണോ വേണ്ടോ, ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു. പിന്നെ ഞാൻ ചെന്നാൽ പിന്നെ എന്തായാലും രണ്ടും കൽപ്പിച്ച് ചെയ്തേക്കാം. ടൈമൊന്നും കിട്ടിയില്ല. ടൈം കിട്ടുന്ന പോലെ വെച്ച് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, കാര്യം ഞാൻ സിമ്പിളായിട്ട് പറയാം. നമ്മുടെ ദിയേൻ്റെ ഡെലിവറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ദിയ കൃഷ്ണ അവരുടെ യൂട്യൂബ് ചാനലിൽ ഡെലിവറി, അതായത് ബർത്ത് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ അടിയിൽ ഒരുപാട് പോസിറ്റീവ് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും എന്താ പറയുക, ഒരു ചക്കക്കൂട്ടം കാണുമ്പോൾ തേനീച്ചകളോ ഈച്ചകളൊക്കെ അരിച്ചു കൂടും. ചിലതവിടെ ഒട്ടിപ്പിടിച്ചിരിക്കും, ചിലത് പറന്ന് പോകും, ചിലത് പറന്ന് പോയിട്ട് ചക്ക കൊള്ളൂല എന്നൊക്കെ പറയും. അതുപോലെയാണ് ആ വീഡിയോസ് മുഴുവൻ കണ്ടിട്ടും ചില മനുഷ്യരെന്ന് തന്നെ പറയാം, ചില ആൾക്കാർ, അത് ബോയ് ഓർ ഗേൾ അങ്ങനെയൊന്നും പറയുന്നില്ല, രണ്ട് കൂട്ടർ, ചില ആൾക്കാർക്ക് അതിനൊരു കണ്ണിക്കടിയാണോ എന്താണ് സംഭവം, ഇല്ലെങ്കിൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ, ഇല്ലേ അവർ അവരുടെ ലൈഫ് വെച്ച് കമ്പയർ ചെയ്യണോ, എന്താണ് ചെയ്യുന്നതെന്ന് ഒരു പിടുത്തമില്ല. വേറെ ഒന്നുമല്ല, അവർ 2-3 നെഗറ്റീവ് കമൻറ്റ്സ് ഞാനത് കണ്ടു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആ കമൻറ്റ്സൊക്കെ ഡിലീറ്റ് ചെയ്തു എന്നാണ് തോന്നണേ. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ പല യൂട്യൂബ് ചാനലിൽ നിന്നും റിയാക്ഷൻസ് വീഡിയോസായിട്ട്, അതായത് ദിയ കൃഷ്ണയ്ക്കും ഫാമിലിക്കും സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് വന്നു. അപ്പം ഓട്ടോമാറ്റിക്കലി അവരത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഞാൻ ഒരു ഇത് കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡെലിവറി ഇങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കേണ്ട ഒന്നാണോ? ഞാൻ പറയട്ടെ, ഡെലിവറി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു മോശം എന്ന് പറയുന്ന ഒരു സംഭവം, അതൊരു മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഡെലിവറി എന്ന് പറയുന്ന ഒരു കാര്യം അവർ മറക്കേണ്ട കാര്യങ്ങളൊക്കെ മറച്ച് വെച്ചിട്ട് തന്നെയാണ് ആ ഒരു ബർത്ത് വ്ളോഗ് എടുത്തേക്കണത്. അതിലൊരു മോശം എന്ന് പറയാൻ മാത്രം അതിനകത്ത് ഒന്നും കാണുന്നില്ല. അവരുടെ ഫാമിലിയില്ല, അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ല, നേഴ്സുമാരുടെ, അവിടുത്തെ നേഴ്സുമാരുടെ ഒരു സപ്പോർട്ട്, ഇതെല്ലാം, പിന്നെ അവരുടെ പെയിൻ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അതൊരു മെമ്മറി ആയിട്ട് അവർ ഒരു ബർത്ത് വ്ളോഗ് അവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടു. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടാൽ പോരെ. കണ്ടിട്ടും എന്നിട്ടും കുറ്റം പറയാൻ വരുന്നവരാണ് പലരും. ഇതിൽ ഗേൾസിനും ബോയ്സിനും ഇല്ല കേട്ടോ. ഈ പ്രസവിച്ച് ഇല്ലേൽ ഈ പ്രസവ വേദനയെക്കുറിച്ച് അറിയുന്ന പലരും ആയിരിക്കും ചിലപ്പോൾ ഈ കമൻ്റ് ഇടുന്നത്. പിന്നെ പേഴ്സണലി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനത് കണ്ടു, 2 പ്രാവശ്യം കണ്ടു. ഒരുപാട് വിഷമം വന്നൊരു സമയമാണ് ആ സമയം. അത് കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ, ഞാൻ ആദ്യത്തെ സമയം ഞാനത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചിനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ആ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ കരഞ്ഞു. ഹോണസ്റ്റ്ലി ഞാൻ കരഞ്ഞു പോയി. കാരണം അപ്പം ഞാൻ ആലോചിച്ചു എൻ്റെ ഡെലിവറിനെ കുറിച്ച്. ഇതിനു മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് എൻ്റെ ഡെലിവറീൻ്റെ ഒരു സ്റ്റോറി ആയിട്ട്, ചെറിയൊരു സ്റ്റോറി പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ഡെലിവറീൻ്റെ സമയത്ത്, അതായത് ഡിസംബർ 30-നായിരുന്നു എൻ്റെ കൊച്ച് ഉണ്ടായത് കേട്ടോ, അതായത് ഞങ്ങളുടെ കൊച്ച്. അപ്പോൾ അവൾ ജനിച്ചപ്പം എനിക്കുണ്ടായിരുന്ന പ്രഷർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഹോസ്പിറ്റലുണ്ടായിരുന്ന നഴ്സുമാർ അത്രയും എന്താ പറയുക, അത്രയ്ക്ക് മോശമായിട്ടൊരു രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സഹിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഇവളെന്തിന് ഈ പരിപാടിക്ക് നിന്നത്, പിന്നെ ഇവളൊരു നേഴ്സല്ലേ, ഇവൾക്ക് വേദന സഹിക്കാൻ പറ്റില്ലേ, എന്താ നേഴ്സുമാർക്ക് വേദന ഉണ്ടാവില്ലേ, അതേപോലെ ഈ പരിപാടിക്ക് നിന്നു എന്ന് വിചാരിച്ചിട്ട് എന്താ വേദന ഉണ്ടാവില്ലേ. ഈ പറയുന്നത് ഒരു പെണ്ണാണ്, അത് മനസ്സിലാക്കണം. അപ്പം ആ ഒരു സാഹചര്യമൊക്കെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരുപാട് കൊണ്ടുവന്നു കേട്ടോ. ആ ഒരു വീഡിയോ, ദിയ കൃഷ്ണൻ്റെ ആ ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ആ ബർത്ത് വ്ളോഗിൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് അതൊക്കെ ഒരുപാട് ഇതാക്കി. അപ്പോൾ അവരുടെ ഫാമിലിയിൽ സപ്പോർട്ട് ഞാൻ നോക്കി. കാരണം നമുക്കെന്ന് വെച്ചാൽ ഒരു സാധാരണ, എൻ്റെ ഡെലിവറി പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇതുപോലെ ഹസ്ബൻഡിൻ്റെ പോലെ കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ സിസ്റ്റേഴ്സിൻ്റെ ആണെങ്കിലും ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഇതുപോലത്തെ ഒരു അനുഭവം വരുമ്പോൾ നമുക്ക് എന്തായാലും ഒരു മെൻ്റലി ഒരുപാട് പ്രശ്നം നമുക്ക് കയറും. ഭയങ്കരമായിട്ട് നമ്മളതിന് വിഷമിക്കും. നമുക്ക് ഒന്നാമത് ഡെലിവറീൻ്റെ പെയിൻ ഉണ്ട്. അത് കൂടാതെ വീട്ടുകാരും ഇല്ലല്ലോ. ഞാൻ ഇപ്പോഴും പറയാലോ, ഞാൻ ഒരുപാട് ഒച്ചയിൽ അലറി വിളിച്ചിട്ടാണ് എൻ്റെ ഡെലിവറി നടന്നത്.
ആ സമയത്ത് എൻ്റെ വീട്ടുകാരാരെങ്കിലും ഒരാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയാൻ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു വേദനയിൽ ഒരല്പം കുറഞ്ഞു കിട്ടിയാണ്. ഇപ്പോൾ ഞാൻ ഒരുപാട് കമൻറ്റ് കണ്ടു കേട്ടോ ദിയ കൃഷ്ണൻ്റെ യൂട്യൂബ് ചാനലിൽ. എന്താ ഞങ്ങളും ആഗ്രഹിച്ചിരുന്നു ഒരാൾ കയറണം, ഹസ്ബൻഡിനെങ്കിലും കയറ്റണം എന്ന്. ഇപ്പം അങ്ങനെ പലയിടത്തും വരുന്നുണ്ട്. മഴയായതുകൊണ്ട് കുറച്ച് സൗണ്ട് ഓൾറെഡി കുറവ്, അപ്പോൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. അപ്പോൾ പലയിടത്തും വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഈ വയനാട്ടിൽ അങ്ങനെ എല്ലായിടത്തും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ തീരെയും പറ്റും തോന്നില്ല. അതൊക്കെ ഒന്ന് വരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പുച്ഛം മാത്രം, അൾട്ടിമേറ്റ് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇവരൊക്കെ എന്തുദ്ദേശത്തിലാണ് ഈ പറയുന്നതെന്നാണ്. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലുള്ള ഇല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള ആൾക്കാരിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു ചിന്ത വന്നു കാണും, എൻ്റെ അമ്മയല്ലേ, ഇല്ല എൻ്റെ പെങ്ങളല്ലേ, ഇല്ല എൻ്റെ ഭാര്യയല്ലേ, ഇല്ല എൻ്റെ അനിയത്തിയല്ലേ, എൻ്റെ സുഹൃത്തല്ലേ, അവരിത്രയും വേദന അനുഭവിച്ച് കാണുമല്ലോ എന്ന് ഒരാൾ ചിന്തിച്ച് കാണും. അവിടെയാണ് ദിയ കൃഷ്ണൻ്റെ വിജയം കിടക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. ഇത് കൂടുതൽ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. എന്താ പറയുക, നമുക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ, അതാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് ഞാൻ വിചാരിച്ചു. ഈ കമൻ്റ് ഇടുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു അമ്മേൻ്റെ വയറ്റിൽ ഉണ്ടായിട്ട് ജനിച്ചവരായിരിക്കുമല്ലേ, ഇല്ല പിന്നെ നിങ്ങൾ മാനത്തുനിന്ന് പൊട്ടി മുളച്ചവരായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ആ വേദനയെക്കുറിച്ച് ചിന്തിക്കാത്തല്ലേ. എന്തായാലും ദിയ കൃഷ്ണയുടെ കൂടെ സപ്പോർട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.